മറുപടി പറയണമല്ലോ. കാരണം ചോദ്യങ്ങൾ മറുപടികൾ കിട്ടുന്നതിന് വേണ്ടിയാണല്ലോ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ അത് മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം മാധ്യമങ്ങളുടെ കൃത്യമായ അജണ്ട വെച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും സുരേഷ് ഗോപി മറുപടി പറയണം എന്ന ഒരു വ്യവസ്ഥയും എംപിക്കോ കേന്ദ്രമന്ത്രിക്കോ ഇതുവരെ നിഷ്കർഷിച്ച് നൽകിയിട്ടില്ല ഇന്ത്യൻ ഭരണഘടന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം എപ്പോൾ ചോദിച്ചാലും അപ്പോൾ മറുപടി പറയണം എന്ന ഒരു തിട്ടൂരം വെച്ച് മാധ്യമങ്ങൾ പെരുമാറുന്നതും ശരിയല്ല. കാരണം സുരേഷ് ഗോപിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് പിന്നിലൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. കാരണം കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ഒരു എംപിക്ക് അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിക്ക് നേരെ ഏറ്റവും അധികം ആക്രമണം നടന്നിട്ടുള്ളത്. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുമുണ്ട്. അതിനുശേഷം തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അത് ഒരേപോലെ തന്നെ എല്ലാവരിലേക്കും അങ്ങോട്ട് സന്നിവേശിക്കപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. അതിന്റെ ഒരു അനുരണനങ്ങൾ ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ടും തുടരുന്നു എന്നതാണ് ഈ വേട്ടയാടലിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ സുരേഷ് ഗോപി മറുപടി പറയാതിരിക്കും അല്ലെങ്കിൽ മിണ്ടാതിരിക്കും, സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കിതിൽ നിന്ന് മനസ്സിലായത് മിണ്ടിയാലും കുറ്റം, മിണ്ടിയില്ലെങ്കിലും കുറ്റം. അപ്പോൾ പിന്നെ മിണ്ടാതിരുന്നേക്കാമെന്ന് ആ മനുഷ്യൻ തീരുമാനിച്ചതായിരിക്കും. കാരണം എന്ത് പറഞ്ഞാലും അത് ഒരു തലക്കെട്ടായി മാറും, എന്ത് പറഞ്ഞാലും അതൊരു വിവാദമാക്കി മാറ്റും. അതിനായി കാത്തിരിക്കുകയാണ്. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്നത് അത് മൂല്യമുള്ള ഒരു പ്രോപ്പർട്ടിയായി മാറുകയാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ മുന്നിൽ മൈക്ക് വെക്കുക, സുരേഷ് ഗോപിയുടെ ചോദ്യം ചോദിക്കുക. ഇറിറ്റേറ്റഡ് ആയി കഴിയുമ്പോൾ ഒരു മനുഷ്യൻ പരമാവധി ഇറിറ്റേറ്റഡ് ആയി കഴിയുമ്പോൾ തിരിച്ച് പറയുന്നതിനെ സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഒരു ശ്രമം തുടരുന്നുണ്ട്. പക്ഷേ അതിനിന്ന് സുരേഷ് ഗോപി വശംവദനായില്ല എന്നതാണ്. തിരുവനന്തപുരത്ത് ഇന്ന് പുലർച്ചെ വന്നിറങ്ങിയപ്പോൾ മുതൽ ഒരു മനുഷ്യന്റെ യാത്രയുടെ വേളയിൽ ഉടനീളം അയാളെ പിന്തുടർന്ന് വേട്ടയാടുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നിട്ടും അതിലൊന്നും ഇന്ന് സുരേഷ് ഗോപി പ്രകോപിതനായിട്ടില്ല. പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു മറുപടിയിലേക്കോ പൊട്ടിത്തെറിയിലേക്കോ പോയിട്ടില്ല എന്നതാണ് ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം നേരത്തെ ജിമ്മി ജെയിംസ് പറഞ്ഞത് ശരിയാണ്. പെട്ടെന്നുള്ള പ്രകോപനത്തിൽ അപ്പോൾ തന്നെ മറുപടി പറയുന്ന ഒരു സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു സുരേഷ് ഗോപിയെ അല്ല ഇന്ന് കണ്ടത്. അങ്ങനെയുള്ള ഒരു സുരേഷ് ഗോപിയെ, പൊട്ടിത്തെറിക്കുന്ന, ആക്രോശിക്കുന്ന, സിനിമാ സ്റ്റൈലിൽ ഡയലോഗ് പറയുന്ന ഒരു സുരേഷ് ഗോപിയെ ആഗ്രഹിച്ചവർ നിരാശരായി എന്നതാണ്. അതെ, അപ്പോൾ ആ പൊട്ടിത്തെറി പ്രതീക്ഷിച്ച് ചെന്നവർ എന്തായാലും തിരിച്ച് പൊട്ടിത്തെറി ഇല്ലാതെ, പൊട്ടിത്തെറി പോയിട്ട് ഒരു മറുപടി പോലും കേൾക്കാതെ തിരിച്ചു പോരേണ്ടി വന്നു. അതിന്റെ നിരാശ എനിക്ക് മനസ്സിലാകും ശ്രീ ജിമ്മി ജെയിംസ്. അപ്പോൾ ഇതിൽ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ വിജയം, അതൊക്കെയാണല്ലോ ഇതിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിച്ചാൽ മറുപടി പറയാൻ തയ്യാറായി തന്നെയാണ് സുരേഷ് ഗോപി ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ വിജയം ചോദ്യം ചെയ്തുകൊണ്ടുള്ള പരാതികൾ അതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് അത് പരിശോധിക്കുന്ന നിലയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. വി എസ് സുനിൽകുമാറും കെ മുരളീധരനുമായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ. അപ്പോൾ കോൺഗ്രസിനും CPIക്കും, അതായത് ഇടതുപക്ഷത്തിനും UDFനും ഒരേപോലെ തന്നെ ആ വിജയം ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങളിങ്ങനെ വോട്ട് ചേർത്തിരിക്കുന്നു, വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടാക്കിയിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയമപ്രകാരം ചോദ്യം ചെയ്യാം. അതനുസരിച്ചിട്ടുള്ള ഫോർമാലിറ്റീസിലേക്ക് കടക്കാം. അതിൻ്റെയൊക്കെ ഒരു തുടക്കം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ സുരേഷ് ഗോപിയോട് വിശദീകരണം ചോദിക്കേണ്ടത് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഭാഗം കേൾക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും ഒക്കെയാണല്ലോ. ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിക്കുമ്പോൾ പറയാൻ അദ്ദേഹം തയ്യാറാണ്, മറുപടി പറയുകയും ചെയ്യും എന്നതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി സഹായിച്ചതിന് നന്ദി പറഞ്ഞത്, സഹായമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ കേരളത്തിലെ 20 എംപിമാരുണ്ടെങ്കിലും ഒരേ ഒരു MP മാത്രമാണ് വിസിബിളായി നിൽക്കുന്നത്. വലിയ വോട്ടർ പട്ടിക ക്രമക്കേട് കണ്ടെത്തിയ പാവം അടൂർ പ്രകാശ് ഒക്കെ എവിടെയോ ആയി പോയിരിക്കുന്നു. അദ്ദേഹമാണെങ്കിൽ ആ വോട്ടർ പട്ടികയുടെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വോട്ടർ പട്ടികയിലെ വലിയ ക്രമക്കേട് തുറന്നു കാട്ടുകയും, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു ക്രൂസൈഡറായി രാഹുൽ ഗാന്ധിക്ക് മുമ്പേ ഇറങ്ങി പുറപ്പെട്ടത് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് തന്നെയാണ്. ചിട്ടയായ ഒരു പ്രവർത്തനം, അതുപോലെ തന്നെ വോട്ടർ പട്ടികയിലെ വോട്ട് ഇരട്ടിപ്പുകൾ തുടങ്ങി സകല ക്രമക്കേടുകളും. ആറ്റിങ്ങലാണ് മണ്ഡലം, അത് സമ്പത്തിന്റെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു. അവിടെയാണ് അടൂർ പ്രകാശ് ജയിച്ചു കയറിയത്. അവിടേക്ക് തെരഞ്ഞെടുപ്പിനായി വരുമ്പോൾ കൃത്യമായ ഒരു നല്ല ഇലക്ഷൻ മാനേജറായ അടൂർ പ്രകാശ് ആദ്യം തന്നെ ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകളുണ്ടോ, എവിടെയാണ് തങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ ഇല്ലാതെ പോകുന്നത്, എങ്ങനെയാണ് അവിടെ ജയം തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ കൃത്യമായിട്ട് ഇന്ന് പഠിച്ചെന്നേ. അതാണ് ഒരു രാഷ്ട്രീയക്കാരൻ കൃത്യമായി ചെയ്യേണ്ട കാര്യം. അത് അടൂർ പ്രകാശ് ചെയ്തു. പക്ഷേ കെ മുരളീധരനോ അല്ലെങ്കിൽ അതിനു മുൻപ് MP ആയിരുന്നല്ലോ TN പ്രതാപനിൽ നിന്ന് കെ മുരളീധരനിലേക്ക് സ്ഥാനാർത്ഥിത്വം മാറുമ്പോൾ കൃത്യമായി ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ അന്ന് എത്രത്തോളം സമയമെടുത്തു, തയ്യാറായി എന്നുള്ള കാര്യങ്ങളും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അടൂർ പ്രകാശ് പറയുമ്പോൾ അത് പ്രശ്നമല്ല. അത് അദ്ദേഹം പറഞ്ഞ വാചകം ആറ്റിങ്ങലിൽ കള്ളവോട്ട് കൊണ്ടാണ് ജയിച്ചു വന്നത് എന്ന വാചകമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു ചർച്ചയല്ല, അതിന്മേൽ തുടർ പ്രതികരണങ്ങൾ വേണ്ട. ഈ കൊച്ചിയിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തതിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരേ കെട്ടിടത്തിൽ തന്നെയുള്ള വോട്ടുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ പക്ഷേ ജയിച്ചത് ഹൈബി
വൃത്തികേടനാണ്, അതുകൊണ്ട് അവിടെ ചോദ്യമില്ല, കഥയിൽ ചോദ്യമില്ല. ചോദ്യമെല്ലാം സുരേഷ് ഗോപിക്ക് നേരെ മാത്രമാക്കി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടി ജനങ്ങൾ കണ്ടു തന്നെ പോകണം. അനധികൃത വോട്ടുകൾ കണ്ടെത്തിയത് ആ സ്ഥലങ്ങൾ ഞാൻ മറ്റൊരു ഉദാഹരണത്തിലേക്ക് കൂടി ആദ്യം ഈ ലോക്സഭ എന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഇവിടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് 2019 കിട്ടിയത് 2,93,822 വോട്ടുകളാണ്. അത് 2024 ആകുമ്പോൾ ആ കഴിഞ്ഞ 5 വർഷവും സുരേഷ് ഗോപി തൃശൂരിൽ തന്നെയായിരുന്നു. ഞാൻ ഇന്ന് അവിടെയുള്ള നമ്മുടെ പ്രതിനിധിയോടക്കം കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് സുരേഷ് ഗോപി 2019 മുതൽ തൃശൂരിൽ ആക്റ്റീവായി തന്നെയുണ്ട്, വന്നും പോയും അവിടെ തന്നെയുണ്ട്, തൃശൂരിൽ തന്നെയുണ്ട്. അവിടെ ഭാരത് ഹെറിറ്റേജിൽ താമസിക്കുന്നുണ്ട്. മുക്കാട്ടുകര സ്കൂളിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. കൃത്യമായി അദ്ദേഹത്തിന് വോട്ട് ചേർക്കുകയും തുടർച്ചയായ ഒരു പ്രവർത്തനം 5 വർഷം അവിടെ പ്രവർത്തിച്ചതുകൊണ്ടാണെന്നേ 2019 തോറ്റു. അത് കഴിഞ്ഞ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു. അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് സുപ്രഭാതത്തിൽ വന്നിട്ട് വോട്ടർമാരെ എല്ലാവരെയും പലയിടത്തു നിന്നുകൊണ്ട് കൂട്ടിച്ചേർത്തിട്ട് പെട്ടെന്ന് സിനിമാ സ്റ്റൈലിൽ ജയിച്ചു പോവുകയല്ല ചെയ്തത്. പണിയെടുത്താൽ വിജയമുണ്ടാകും. ആ പണിയെടുക്കാൻ തയ്യാറാകണം. ഇല്ല എങ്കിൽ UDF സീറ്റ് കൊണ്ടുപോകുന്നത് നോക്കി കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അതാണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചത്. ഇവിടെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വോട്ടുകൾ കൂടുതലായി അപ്പുറത്തു നിന്ന് കൊണ്ടുവന്നു എന്നുള്ളതാണല്ലോ. ഇത് തെരഞ്ഞെടുപ്പ് വിജയം വന്ന സമയത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. അന്ന് കോൺഗ്രസിന് പോയ വോട്ടുകളെ പറ്റി കൃത്യമായി പറഞ്ഞത് ഇടതുപക്ഷമാണ്. CPIഎമ്മിന്റെ വിലയിരുത്തൽ ഞാൻ കോട്ട് ചെയ്യുകയാണ്. CPIഎമ്മിന്റെ വിലയിരുത്തൽ അനുസരിച്ച് കോൺഗ്രസിന് 2019 കിട്ടിയത് 4,15,089 വോട്ടുകളാണ്. 2024 ആകുമ്പോഴേക്കും അത് താഴേക്ക് കൂപ്പുകുത്തി 3,28,124 ലാൻഡ് ചെയ്യുന്നു. അതേസമയം ഇടതുപക്ഷത്തിന്റെ വോട്ടിൽ കാര്യമായ ചോർച്ചയുണ്ടായിട്ടില്ല, കൂടുകയാണ് ചെയ്തത്. 3,21,456 നിന്ന് 3,37,652 എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ വോട്ട് എങ്ങോട്ടാണ് പോയത്? ക്രോസ് വോട്ടിംഗ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് നടന്നത്? അത് കൃത്യമായി CPIഎം വിലയിരുത്തിയതാണ്. അതുകൊണ്ടാണ് CPIഎം ഇതിനകത്ത് വലിയ വള്ളി പിടിക്കാൻ വരാത്തത്. CPIയുടെ VS സുനിൽകുമാറിന്റെ ഈ ആരോപണം അവിടെ നിൽക്കുമ്പോഴും അതിന്മേൽ CPIഎമ്മോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അങ്ങനെ ആരും തന്നെ ഇതിൽ ഇടപെട്ട് വലിയ രീതിയിൽ അഭിപ്രായം പറയാൻ വരാത്തത് CPIഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിലടക്കം വിലയിരുത്തിയ ആ രേഖയിൽ തന്നെയുണ്ട്. ഹിന്ദു വോട്ടുകൾ എങ്ങനെ പോയി, കോൺഗ്രസ് വോട്ടുകൾ തൃശ്ശൂരിൽ എങ്ങോട്ട് പോയി, അതൊക്കെ അവർ വിലയിരുത്തിയ കാര്യമാണ്. ഇവിടെ ഇനി സുരേഷ് ഗോപിയുടെ കുടുംബം, ഡ്രൈവർ അടക്കമുള്ള അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ പരിചയക്കാർ അല്ലെങ്കിൽ അദ്ദേഹത്തോട് താല്പര്യമുള്ള ആളുകൾ ആരൊക്കെ ആയാലും അവരെല്ലാവരും അവിടെ വന്നങ്ങ് വോട്ട് ചേർത്തു. അവിടെ ഒരു അഡ്രസ്സിൽ വോട്ട് ചേർക്കുന്നു, അല്ലെങ്കിൽ അവിടേക്ക് അവർ താമസം മാറി വരുന്നു, എന്നിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നു. ഇതാണല്ലോ നിങ്ങൾ ആരോപിക്കുന്ന കാര്യം. പക്ഷേ അവർ വേറെ എവിടെയെങ്കിലും പോയി, അതായത് ആറ്റിങ്ങലിൽ പോയി V മുരളീധരന് വോട്ട് ചെയ്തിട്ടില്ല. അവർ വോട്ട് ചെയ്തത് തൃശ്ശൂരിൽ മാത്രമാണ്. ജനപ്രാതിനിധ്യ നിയമ ലംഘനമാകണമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം മണ്ഡലങ്ങളിൽ ഒരേ സമയം വോട്ടർ പട്ടികയിൽ ഉണ്ടാവുകയും അവിടെ പോയി വോട്ട് ചെയ്യുകയും വേണം. എന്നാലേ അത് കള്ളവോട്ടാവുകയുള്ളൂ. 2 സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടില്ല, ഒരു സ്ഥലത്ത് വന്ന് വോട്ട് ചേർക്കുന്നു, അവിടെ കൃത്യമായിട്ട് അവർ വോട്ട് ചെയ്യുന്നു. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നിയമപരമായി എങ്ങനെ നീങ്ങാൻ കഴിയും? അതാണ് നിയമോപദേശം കമ്മീഷൻ തേടിയിരിക്കുന്നത്. കാരണം പ്രാഥമികമായി ഇതിൽ കണ്ടെത്താൻ കഴിയുന്ന ചട്ടലംഘനം എന്താണ് എന്നതിലൊരു അവ്യക്തത ഉള്ളത് കൊണ്ടാണ് രത്തൻ ഖേൽക്കർ അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ തൃശ്ശൂരിലെ പോലെ തന്നെ എൻ്റെ അഭിപ്രായം എല്ലാ വാർഡുകളിലും കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ. ഈ വോട്ട് ചേർക്കുന്ന സുരേഷ് ഗോപി വോട്ട് ചേർത്ത് ജയിച്ചു. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ വാർഡുകളിലും മുഖ്യമന്ത്രി തന്നെ അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം. കേരളത്തിലെ എല്ലാ വാർഡുകളിലും തദ്ദേശ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ വാർഡുകളിലെയും വോട്ടർ പട്ടിക പരിശോധിച്ചുകൊണ്ട് അതിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു കാര്യം അത് കോഴിക്കോട്ട് നിന്നാണ്. സംസ്ഥാന വ്യാപകമായി എന്തോ മുഖ്യമന്ത്രിയല്ലല്ലോ, അല്ല, മുഖ്യമന്ത്രി വിഷയത്തിലൊന്നും പറഞ്ഞു കണ്ടില്ല PR സുനിൽ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞതല്ല. അദ്ദേഹത്തിന് ഇടപെടാമല്ലോ. ഇതുപോലൊരു വലിയ വിഷയം കേരളത്തിൽ നടക്കുകയല്ലേ. സുരേഷ് ഗോപിയുടെ അടുത്ത് മൈക്ക് വെക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ അടുത്ത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒന്ന് മൈക്ക് വെച്ചിട്ട് പറയൂ എന്നൊന്ന് പറയാൻ തയ്യാറാകണം. അങ്ങനെയല്ലേ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തനം. അപ്പോൾ മറുപടി അല്ല, ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണോ കള്ളവോട്ട്? മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം സാർ. എല്ലായിടത്തും പരിശോധിക്കണമെന്നേ. ധർമ്മടത്തും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലും ഒക്കെ പരിശോധിക്കണം. അപ്പോൾ കള്ളി പുറത്തു വരും. അതാണ്, ആരും പരിശോധിക്കില്ല. സുരേഷ് ഗോപിയുടെ മാത്രമാണ്. പരിശോധിക്കണമെന്നേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കട്ടെ. അല്ലാതെ സുരേഷ് ഗോപിയെ മാത്രം ഫോക്കസ് ചെയ്യാതെ. PR സുനിൽ ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. മുഖ്യമന്ത്രിക്ക് റോളില്ല. മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ ഒരു റോളുമില്ല എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. എന്റെ അഭിപ്രായമല്ല. മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ റോളില്ല എന്ന് മുഖ്യമന്ത്രിക്ക് എന്താണ് റോൾ? വോട്ടർ പട്ടിക പരിശോധിക്കുന്നതിലല്ല. ഇവിടെ തൃശ്ശൂരിൽ മാത്രമല്ല, എല്ലായിടത്തും ഇങ്ങനെ ഒരു പരിശോധന നടക്കേണ്ടതുണ്ട് എന്നൊരു തീരുമാനം അദ്ദേഹത്തിന് എടുക്കാമല്ലോ. അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി മുഖ്യമന്ത്രി എന്ന പോർട്ട്ഫോളിയോയിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഒരു മുഖ്യമന്ത്രിക്ക് ഞാൻ ചോദിക്കട്ടെ, സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി, ഞാൻ നിങ്ങളുടെ മഹാദേവപുരയിലേക്ക് തിരിച്ചു വരാം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ 16-ാം തീയതി നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ VS സുനിൽകുമാർ
അദ്ദേഹത്തിന്റെ മുന്നണിയുടെ മുഖ്യമന്ത്രിയോട് പറയണമെന്നേ, ഇക്കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടക്കണം, അത് പ്രഖ്യാപിക്കാൻ ഒരു മന്ത്രിസഭാ യോഗം വിളിക്കണമെന്നേ, അതിനായിട്ട് പ്രത്യേക ക്യാബിനറ്റ് ചേരട്ടെ. CPIയുടെ 4 മന്ത്രിമാരുണ്ടല്ലോ, CPIയുടെ ഒരു സിറ്റിംഗ് സീറ്റല്ലേ സോക്കോൾഡ് സുനിൽകുമാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സുരേഷ് ഗോപി അങ്ങ് കൊണ്ടുപോയത്. സിറ്റിംഗ് സീറ്റല്ല, കിട്ടേണ്ട സീറ്റാണല്ലോ കൊണ്ടുപോയത്. മുരളീധരൻ എന്തായാലും തോറ്റുപോയി. മുരളീധരന് തോറ്റുപോയതിന്റെ കാരണങ്ങളൊക്കെ കുറേയൊക്കെ ഒരു വ്യക്തതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ VS സുനിൽകുമാർ ജയിക്കുമായിരുന്നു എന്നതാണല്ലോ പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതിലേക്ക് വരാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി CPM നടത്തുന്ന നീക്കങ്ങളെ കുറിച്ചുള്ള വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നല്ലോ. അതേക്കുറിച്ച് ചർച്ച ചെയ്യില്ല, കാരണം സുരേഷ് ഗോപിയെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യേണ്ടത്. UDFന്റെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ ആരോപണം ഉന്നയിച്ചതാണ്. ഒന്നിലധികം വോട്ടുള്ള നിരവധി ID കാർഡ് നമ്പറുകൾ പുറത്തുവിട്ടതാണ്. ഒരേ വീട്ടു നമ്പറിൽ 100 കണക്കിന് വോട്ടുകൾ, അത് പല വാർഡുകളിലും ഡിവിഷനുകളിലുമായി പല ഭാഗത്തായി കൊണ്ടുവന്നിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ മൂന്നാലിങ്കൽ വാർഡിലെ ഒരു കെട്ടിട നമ്പർ പരിശോധിക്കാനായിട്ട് അവിടുത്തെ കൗൺസിലർമാർ പോയി കേട്ടോ. പോയപ്പോൾ അങ്ങനെ ഒരു കെട്ടിടം തന്നെയില്ല. മഹാദേവപുരയിലല്ല, UPയിലല്ല, കേരളത്തിലാണ്, ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷനിലാണ്. അത് കണ്ടെത്തിയിരിക്കുന്നത് ലീഗാണ്. കോഴിക്കോട് കോർപ്പറേഷൻ മുസ്ലിം ലീഗ്. ഞാൻ പറയട്ടെ സുനിലെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ സുനിലെ. ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷനാണ്. ഞാൻ പറയട്ടെ, വോട്ട് ചേർത്തത് ആരാണ്? താങ്കൾ ഇടയ്ക്ക് കയറണ്ട പിയാസുനിൽ, ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. താങ്കൾക്ക് അസ്വസ്ഥത ഉണ്ടാകുമെന്നേ. ഇടതുപക്ഷത്തിന്റെ കള്ളത്തരം പുറത്തേക്ക് വരികയാണല്ലോ. മുസ്ലിം ലീഗ് പുറത്തുവിട്ട പട്ടികയിൽ മാറാട് ഡിവിഷനിലെ 49/49 എന്ന വീട് നമ്പർ, ആ വീട്ടു നമ്പറിൽ 327 വോട്ടർമാരുണ്ട്. അങ്ങനെ അന്വേഷിച്ചു ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇരട്ട വോട്ടുണ്ട്. കിട്ടുന്ന നമ്പർ ഇത്രയധികം വോട്ടർമാർ വരുന്നത് അസ്വാഭാവികമാണ്. ഇത് അനിത അരക്കിണർ, ഇതാണ് ആ വീട്ടുടമയുടെ അഡ്രസ് എന്ന് പറയുന്നത്. കൊമേഴ്സ്യൽ ആവശ്യത്തിന് ഷോപ്പ് റൂമായി നൽകിയതാണ് എന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തുന്നു. CPIMന്റെ നേതൃത്വത്തിലുള്ള സർവീസ് സഹകരണ ബാങ്കിന് കൊടുത്ത കെട്ടിടമാണ് എന്നതും തെളിയുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് CPIM ആണെങ്കിൽ അതിന്മേൽ ചർച്ചയില്ല, അന്വേഷണമില്ല. ഇടതുപക്ഷം ചേർക്കുന്ന വോട്ടുകളെ കുറിച്ച് ഒന്നും പറയാനുമില്ല. സുരേഷ് ഗോപി ആണെങ്കിൽ സുരേഷ് ഗോപിയുടെ മെക്കിട്ട് കയറിക്കൊണ്ടേയിരിക്കണം. ഇനി പാർട്ട് 7 റെയിൽവേ കോളനി, വ്യത്യസ്ത ക്രമനമ്പറുകളിൽ അവിടെ വോട്ട് കിടക്കുകയാണ്. വർഷങ്ങളായിട്ട് ഈ റെയിൽ കോളനി എന്ന് പറയുന്ന വിലാസത്തിൽ താമസക്കാരേയില്ല. കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള വോട്ടുകൾ ക്രമനമ്പറായി വരികയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിഹരിക്കേണ്ടേ? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വരാൻ പോകുന്നത്. ഇതിലൊന്നും പരിഹരിക്കേണ്ട ആവശ്യവുമില്ല. ഇതേക്കുറിച്ചൊന്നും പറയാൻ ഇടതുപക്ഷത്തിന് ഒരു തരത്തിലുള്ള ഒരു മറുപടിയുമില്ല. MK മുനീർ വളരെ വൃത്തിയായി തന്നെ ഇക്കാര്യത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വോട്ട് ചേർക്കുന്ന പരിപാടിയൊക്കെ കുറെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഞങ്ങൾ ചെയ്യുന്നത് പോലെ സുരേഷ് ഗോപിയും ചെയ്തു എന്ന് സ്ഥാപിക്കാൻ നോക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഞാനൊന്ന് പറയട്ടെ, ഇനി സുരേഷ് ഗോപിയെ നിങ്ങൾ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടേയിരുന്നോ? ആ പരിഹസിക്കുന്ന ഓരോ K കരുണാകരന്റെ പോലെ തന്നെയുള്ള ഒരു ജനുസാണ് സുരേഷ് ഗോപി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പരിഹാസത്തിലൂടെ സുരേഷ് ഗോപിക്ക് എന്തായാലും ഊർജ്ജം കൂടത്തേ ഉള്ളൂ. അതനുസരിച്ചുകൊണ്ടുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ തൃശ്ശൂരിന് വേണ്ടി അതുപോലെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്നലെ CPIMന്റെ ഓഫീസിന് മുന്നിൽ നടന്ന സംഘർഷം പോലും ശരിക്കും താങ്ക്സ് ടു CPM അത് സുരേഷ് ഗോപിക്ക് ഒരു സോഫ്റ്റ് ലാൻഡിംഗ് ആയി മാറിക്കഴിഞ്ഞു തൃശ്ശൂരിൽ എന്നതാണ്. കാരണം പരിക്കേറ്റ പ്രവർത്തകരെ സന്ദർശിക്കുന്നതിനായി ഈ ചിങ്ങ 1 വരാനിരുന്നാണ് സുരേഷ് ഗോപി കേരളത്തിലേക്ക്. അത് ഇത്രയും നേരത്തെ ആക്കി ഇന്ന് കൃത്യമായിട്ട് വരാൻ സാധിച്ചു. അവിടെ പോയി പ്രവർത്തകരെ കാണാൻ കഴിഞ്ഞു. സ്വന്തം ഓഫീസ് ആക്രമിക്കപ്പെട്ടപ്പോൾ ആ ഓഫീസിലെത്തി, ആരോടും ഒരു പരാതിയുമില്ല, പരിഭവമില്ല. അത് കഴിഞ്ഞ് തിരിച്ചു പോയത് അങ്ങോട്ട് അങ്കമാലിയിലെ പ്രീതി സിസ്റ്ററിന്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നു, അവരെ കണ്ടു. അത് കഴിഞ്ഞിട്ട് കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു, ആ കുടുംബാംഗങ്ങളെ കാണുന്നു. അപ്പോൾ ഗ്രീവൻസ് എവിടെയുണ്ടോ അവിടെ എത്തുന്നുണ്ട്, അവരെ സഹായിക്കുന്നുണ്ട് സുരേഷ് ഗോപി. അപ്പോൾ റവന്യൂ മന്ത്രി K രാജന്റെ ജില്ലയാണ്. ആ ജില്ലയിൽ ജോയിന്റ് കൗൺസിലും NGO യൂണിയനും ഒന്നും അറിയാതെയാണ് ഈ തിരിമറി നടന്നതെന്ന് കരുതാൻ കഴിയില്ല. BLOമാർ എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഈ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഡോക്ടർ അരുൺ. ഇവിടെ 1280 ബൂത്തുകൾ ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. അതിൽ ഓരോ ബൂത്തിലും ഓരോ BLO എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ ആ കാര്യങ്ങളൊന്നും എന്തുകൊണ്ടാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന വേളയിൽ കരട് പട്ടിക, അതിനുശേഷമുള്ള പരിശോധന, ഇതിലൊന്നും ഈ BLOമാർക്ക് ഒരു ക്രമക്കേടും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെയൊക്കെ മാറ്റുകയാണ് ചെയ്യേണ്ടത്. ജോയിന്റ് കൗൺസിലിന്റെയും അതുപോലെ NGO യൂണിയന്റെ ആളുകളൊക്കെ കൂടെ സുരേഷ് ഗോപിക്ക് ഈ വോട്ടെല്ലാം ചേർക്കാൻ കൂട്ടു നിൽക്കുകയായിരുന്നു എന്നാണോ VS സുനിൽകുമാറിന്റെ വാദം നമ്മൾ അംഗീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടി വരുന്നത്, ഇവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ അടിത്തറയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ കല്ലെറിയും തോറും കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയുള്ളൂ. ഇതാണ് എന്റെ ടേക്ക്. Meet the editors.